ഒന്ന് മേലനങ്ങി ഇങ്ങോട്ട് നടക്കടി. ഞാൻ വരുന്നുണ്ട് ചെറിയമ്മേ. എന്റെ തലക്ക് ഭയങ്കര ഭാരം. അതാ. എന്തിനാ ചെറിയമ്മേ ഇത്രയും വലിയ ചാക്കിക്ക് ഏറ്റിക്കൊണ്ട് പോകുന്നേ? എനിക്ക് തലക്ക് നല്ല വേദനയുണ്ട്. കണ്ടോ ആന്റി, അവൾക്ക് തലവേദന ആത്രേ. അപ്പൊ അവൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കണ്ട. നമുക്ക് വീട്ടിലേക്ക് പോവാം. ദണ്ടു, ഞാൻ തലമ വെച്ച് വന്നോളാം. അങ്ങനെയൊന്നും പറയണ്ട ചെറിയമ്മയോട്. അത് ശരിയാ മമ്മി. അവൾക്ക് എന്തിനാ ഇപ്പൊ ഒരു ചെരുപ്പ്? മോളു, അവൾക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുക്കാനാണ് ആരാ പറഞ്ഞത്? അവൾ ആ ചക്കി ഏറ്റിക്കൊണ്ട് നമ്മുടെ പിന്നാലെ ഒന്ന് നടന്നു വരട്ടെ. അതൊരു രസമല്ലേടി? എടി ലച്ചേ, എന്ത് തീറ്റയാടി ഇത്? എന്നമ്മ തിന്നാൻ സമ്മതിക്കൂലേ? അല്ലടി, ഒരു കൈ കൊണ്ട് തിന്നേ, രണ്ട് കൈ കൊണ്ട് തിന്നണത് ഇത് എന്തൊരു ശീലാ? ഉമ്മച്ചി, ഞാൻ ഈ കാട്ടൂല ഉമ്മച്ചി, എന്നെ വെറുതെ വിട്. സുൽഫിക്കർ ഓടാൻ നിർത്തി. ഇനിയിപ്പോ പിന്നാലുണ്ടാവും ജമീലു. അമ്മക്ക് എല്ലാരും കാര്യം നോക്കി നിൽക്കണോ? ഞാനിവിടെ എത്ര കഴിക്കണോ, അവരതിനെ ഓടുന്നു, എല്ലാം നോക്കണം. അതല്ലടി, നിന്റെ തീറ്റ കണ്ടിട്ടേ എനിക്കൊരു സംശയം. എന്ത് സംശയം? നിന്റെ വയറ്റിൽ ഇനിയിപ്പോ കൊക്കപ്പുഴു ഒന്നുമല്ല, കൊക്കപ്പാമ്പാണെന്ന് തോന്നുന്നത്. കൊക്കപ്പാമ്പോ? എന്താ അമ്മ? എടി പാറു, പാറു, എടി പാറു, നിന്നെ ഞാൻ എത്ര നേരമായി കഴിക്കാൻ വിളിക്കുന്നു. നീ എവിടെ പോയി കിടക്കാ? ആ കല്ലുമൂള എവിടെ? അമ്മ, എനിക്ക് എപ്പോഴും ഒരു സംശയമുണ്ട്. അമ്മയുടെ കുട്ടി ഞാനാണോ കല്ലുവാണോ? അതെന്താണ് നിനക്ക് ഇത്ര സംശയം? അമ്മ, അവൾക്ക് അസൂയയാ അമ്മ കല്ലുവിനെ സ്നേഹിക്കുന്നത് കണ്ട്. ആണോടി കുറുമ്പി പാറു? ഹായ് അമ്മ, ഇന്ന് കുശാലാണല്ലോ. എവിടെ ഇരുന്ന് കഴിക്ക്. അമ്മ, ഒരു ചിക്കൻ കറി ഇങ്ങോട്ട് എടുത്തോ. ഓ, ഒരു രസമില്ല. ഇത് എന്തിനാ അമ്മ ഉണ്ടാക്കിയത്? ആഹാ, രസമില്ലെങ്കിലേ നീ ഇത് കഴിക്കണ്ട. എഴുന്നേറ്റ് പോടി. അതല്ല അമ്മ. പിന്നെ ഏതല്ല അമ്മാന്ന്? അവളൊരു പണിക്ക് കൂടില്ല. എന്നിട്ട് അവൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോ കുറ്റം പറയാൻ നിൽക്കാ. ഞാൻ അതല്ല അമ്മ പറഞ്ഞത്. നല്ല രുചിയുണ്ട്, എനിക്ക് 2 പീസ് കൂടി വേണമെന്നാ പറഞ്ഞത്. അല്ല അമ്മ, ലച്ചി ചേച്ചി രസമില്ലാന്ന് തന്നെ പറഞ്ഞത്. സുൽഫിക്കർ ഇജ്ജ് എവിടെ നിന്നോ? എന്നെ ഓടിപ്പിച്ചാ നിൽക്കണ്ടേ? അമ്മ, സുൽഫിക്കർ ഓട്ടം തുടങ്ങി. നല്ല രസമല്ലമ്മ ഓര് രണ്ടാളും ഓട്ട മത്സരം കാണാന്. നിനക്കും 2 അടിയുടെ കുറവൊക്കെ ഉണ്ട് പാറു. എടാ ബലാലെ, അന്നോടാ പറഞ്ഞത് ഇജ്ജ് അവിടെ നിന്നോന്ന്. എന്റെ നമുക്ക് കിട്ടുമടി. ഇന്നത്തെ വിഷയം എന്താണാവോ? വല്ല കുറ്റക്കട ഒപ്പിച്ച് കാണും സുൽഫിക്കർ. ഓനും തച്ചിട്ടൊന്നും നന്നാവില്ലെന്ന് ഓൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ ജമീല് മോന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നത്? വരൂ ചേച്ചി, ആർക്കാ ചെരുപ്പ്? ഈ പിള്ളേർക്കൊക്കെ ഓരോ ജോഡി ചെരുപ്പ് വേണമായിരുന്നു. ഗോപി, ഇവർക്ക് ചെരുപ്പൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ 2 കൊച്ചുങ്ങൾക്കുള്ള ചെരുപ്പ് എടുത്തോ. അതെന്താ ആ കുട്ടിക്ക് ചെരുപ്പ് വേണ്ടേ? അതിന് ഇവളുടെ കാലിനൊക്കെ പാകമുള്ള ചെരുപ്പ് ഇവിടെയുണ്ടോ? ഇവിടെ ഏത് കാലിനും പറ്റിയ ചെരുപ്പുണ്ട് ചേച്ചി. എന്താ നീ വിളിച്ചത്? ചേച്ചി എന്നാ? ആരുടെ ചേച്ചി? അത് ബഹുമാനം കൊണ്ട്. ഓഹോ, മേഡം എന്ന് വിളിച്ചാലും ബഹുമാനിക്കാൻ പറ്റും. ചേച്ചി പോലും. മോളെ, ഇതൊന്നിട്ട് നോക്കിക്കേ. ഇത് കുറച്ച് വലുതാ. ഏയ്, ആദ്യം ഈ കുട്ടികൾക്കുള്ളത് എടുക്ക്, എന്നിട്ട് നോക്കിയാ മതി അവൾക്ക്. ചെറിയമ്മ എനിക്ക് ചെരുപ്പ് വാങ്ങിത്തരാന്ന് പറഞ്ഞതല്ലേ? എന്നിട്ടിപ്പോ മണിക്കുട്ടിക്കും ഡൊണ്ടോനും മാത്രാണോ നോക്കുന്നത്? എനിക്കിനി ചെരുപ്പ് വാങ്ങി തരില്ലേ? അച്ഛനോട് പറഞ്ഞാ മതിയായിരുന്നു. ഹായ് മമ്മി, എനിക്ക് ഇത് മതി. ഹായ് ആന്റി, ഇത് സൂപ്പർ, എനിക്കിത് മതി. അത് മതിയോ? വേറെ കൊള്ളാവുന്ന വല്ലതും ഉണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഒന്ന് തിരക്ക് പിടിക്കാതെ. ഓ, അവൻ എന്തോരു ധൃതിയാ. വാ മക്കളെ, ഇവിടെ വേറെ ചെരുപ്പൊക്കെ ഉണ്ടോ നോക്ക്. എന്തോന്ന് സാധന ആ സ്ത്രീ. സാരമില്ല, നമുക്ക് നേരവണ്ണം നിന്നല്ലേ പറ്റൂ. ഇത് നോക്ക് ചെറിയമ്മേ, നല്ല ചെരുപ്പ്, എനിക്ക് നല്ലപോലെ ഇഷ്ടായി. അതൊന്നും കൊള്ളൂല, അവിടെ വെച്ചോ.
അത് നമ്മൾക്ക് കറക്റ്റ് അളവാ. കാലിലേക്ക് നന്നായി ചേരും. ഓ, ആര് പറഞ്ഞു? ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാനൊന്ന് നോക്കട്ടെ. ദാണ്ടാ ചെറിയമ്മേ, നല്ല ചെരുപ്പാ. ഇതാണ് നല്ല ചെരുപ്പ്. ഇതൊന്നും കൊള്ളത്തില്ല. ഇതവിടെ വെച്ചേക്ക്. അല്ല ചെറിയമ്മേ, നല്ല ഭംഗിയുണ്ട്. കാലിട്ട് നോക്കിയപ്പോ പാകമാണ്. എനിക്ക് വളരെ കറക്റ്റാ ഇത്. അതെ മേഡം, ഈ കുട്ടിക്ക് കറക്റ്റ് അളവാണിത്. ആര് പറഞ്ഞു ഇത് കറക്റ്റ് അളവാണെന്ന്? ഞാനെന്താ പൊട്ടക്കണ്ണിയാണോ? എനിക്ക് എന്താ കണ്ണ് കാണത്തില്ലേ? നല്ല ഭംഗിയുള്ള ചെരുപ്പാ ചെറിയമ്മേ ഇത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഓ, എന്തിനു കൊള്ളാം ഈ ചെരുപ്പ്? അവിടെ കൊണ്ടുപോയി വെക്ക് വച്ചേ. ചേച്ചി, ഈ ചെരുപ്പ് ഇവൾക്ക് കറക്റ്റാ. ഇനി വേണമെങ്കിൽ ചേച്ചി ഒന്ന് ഇട്ട് കൊടുത്തേക്ക്. ആഹാ, ഇത്രയും കറക്റ്റായി ചെരുപ്പ് എടുത്തിട്ട് ഇവള് വളരുന്ന പ്രായമല്ലേ ഇപ്പോ? കുട്ടികളുടെ കാലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് വളരും. അപ്പൊ ആ ചെരുപ്പ് വെറുതെ ആയി പോവില്ലേ? മാഡം, മേഡം, ആ ചെരുപ്പ് കുറച്ചു കാലം ഇടുമ്പം വള്ളി ലൂസായി കിട്ടും. അപ്പോ അത് കുഴപ്പമില്ലല്ലോ. ഓഹോ, അത് കൊള്ളാം. അപ്പൊ ലോക്കൽ ചെരുപ്പാണല്ലേ? നടന്നു കഴിയുമ്പോ ലൂസ് ആവുന്ന ചെരുപ്പ്. ഇങ്ങനത്തെ ചെരുപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട. അതെന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ തലയിൽ തന്നെ ഈ ചെരുപ്പ് കെട്ടിവെക്കണമെന്ന് ഇത്ര നിർബന്ധം? അയ്യോ, അങ്ങനെയൊന്നുമില്ല മേഡം. വേറെ നല്ല ചെരുപ്പൊന്നും ഇല്ലേ ഈ കടയില്? എത്ര വേണം ചേച്ചിക്ക് പറഞ്ഞാ മതി. എന്നാ ഇതാ മേഡം, ഈ ചെരുപ്പ് എടുത്തോ. എത്രയാ അതിന്റെ വില? ഇതിന് വെറും 150 രൂപയുള്ളൂ മേഡം. അത്ര വില കൂടിയതൊന്നും വേണ്ട. അതൊക്കെ ഓവറാ. അതിനെന്താ ചേച്ചി, മറ്റു കുട്ടികൾക്ക് ഇതിനേക്കാൾ ഇരട്ടി വിലയുള്ള ചെരുപ്പാണല്ലോ എടുത്തത്. ആഹാ, എന്നാ കണക്കായി പോയി. നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ എന്ത് വിലയുള്ള ചെരുപ്പ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ അതോ നീയാണോ? മേഡത്തിന്റെ ഇഷ്ടം. ഇതെങ്ങനെയുണ്ട് മേഡം? ഹോ, കൊള്ളത്തില്ല ഒന്നിനും. ഇവിടെ വേറെ നല്ലതൊന്നും ഇല്ലേ? ഇതൊക്കെ തന്നെയുള്ളോ? ഈ കടയിൽ എന്താ തീരെ സെലക്ഷൻ ഇല്ലേ? മേഡം, ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പാണിത്. ഏത് ഐറ്റം വേണമെങ്കിലും മേഡം പറഞ്ഞാ മതി. ഓ, ഒക്കെ പഴയതാവും. കെട്ടിപ്പഴക്കമുള്ളത്. ആരും വന്ന് എടുക്കാതെ ഇവിടെ തന്നെ ഇരിപ്പുള്ളതാവും. ചെറിയമ്മേ, എനിക്ക് ഇത് മതിയായിരുന്നു. ഇത് കറക്റ്റാ എനിക്ക്. അത് നീയാണോടി തീരുമാനിക്കുന്നത്? അത് ശരിയാ, അത് നല്ല ചെരുപ്പാ ചേച്ചി. ആ കുട്ടിക്കാണെങ്കിൽ പാകമാണത്. ഈ 2 കുട്ടികൾക്കും ചെരുപ്പെടുത്തിട്ട് ഈ കുട്ടിക്ക് മാത്രം ചെരുപ്പെടുക്കാതിരുന്ന മേഡത്തിന് സങ്കടാവൂലേ അത്? ആഹാ, എനിക്കൊന്നും സങ്കടാവില്ല. തനിക്കാവും ആ സങ്കടാവുന്നത്. കാരണം നിങ്ങളുടെ ചെലവാകാത്ത ചെരുപ്പുകളൊക്കെ എങ്ങനെയെങ്കിലും ആരുടെയും മണ്ടയിൽ കെട്ടിവെക്കണമല്ലോ. അപ്പൊ പിന്നെ തനിക്ക് നല്ല സങ്കടം വരും. ഇവിടെ ഈ ഷോപ്പ് മാത്രമല്ലല്ലോ, വേറെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ടല്ലോ. ഞാനേ ഇതിലും നല്ല ചെരുപ്പ് അവിടെ ഉണ്ടോന്ന് പോയി നോക്കട്ടെ. വാ കുട്ടികളെ, നമുക്ക് പോവാം. ചേച്ചിയേ, എന്താടാ? ഞങ്ങളിവിടെ കെട്ടിപ്പഴക്കമുള്ള ചെരുപ്പൊന്നും കൊണ്ടുവന്ന് വെക്കാറില്ല. ചേച്ചിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ചേച്ചി ഇവിടുന്ന് പോയിക്കോ. അല്ല പിന്നെ ഡി, ആ ചെരുപ്പ് അവിടെ ഇടടി. ഡോ, മറ്റേ 2 ചെരുപ്പിന്റെ ബില്ല് താടോ. നീലമ്മേ, എന്റെ കല്ലേ, ഞാൻ ഈ തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് ഇപ്പൊ വരാവേ. പൂമ്പാറ്റ. അതിനൊന്നും പോയി പിടിക്കണ്ട. ഞാൻ പിടിക്കും. വേണ്ട വേണ്ട, അതിനൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോകും. ചത്തുപോയിക്കോട്ടെ. എത്ര നിസ്സാരം. ഒരു ജീവൻ കളയാനൊക്കെ എളുപ്പാ. അതുപോലെ അതിന് ജീവിപ്പിക്കാൻ പറ്റും നിനക്ക്? ഇല്ലല്ലോ. അതിനെയും ദൈവം സൃഷ്ടിച്ചതല്ലേ. അതിന് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അമ്മ, ഇതെന്താ കല്ലുന്റെ കയ്യില്? കല്ലു, പാറക്കുഞ്ഞമ്മക്ക് താ. ഇപ്പൊ തരാം. ഇതെന്താ അമ്മ? ചക്കക്കൂട്ടാനോ? ചക്കക്കൂട്ടാനോ? ചക്കക്കൂട്ടാൻ കണ്ട കാലം മറന്നു. എവിടുന്ന ചക്ക കിട്ടാ? ചക്കയും കഞ്ഞിയും കുടിക്കാൻ നല്ല കൊതിയാവുന്നുണ്ട്. അയ്യോ, അപ്പൊ ഇത് അയ്യേ, നാറ്റം. കല്ലു അപ്പിട്ടു.